ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ജയ ജോൺസൺ സി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക് എത്രയും പെട്ടെന്ന് കിടക്കാം. നമ്മൾ എന്തു കാര്യത്തിനും രണ്ടു വശമുണ്ട്. ഇപ്പൊ നമ്മൾ വളരെയധികം നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കാത്തതുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ലളിതമായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, നമ്മൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ചിന്തിക്കാത്തതായിരിക്കാം. ഇപ്പൊ ചിലവർ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അതിനെ റിജക്ഷൻ, ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വേറൊരു ഭാഗമുണ്ട്, നമ്മൾ കാര്യം പറയുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണങ്ങളുണ്ട്, അത് നമുക്ക് ഇതിന്റെ ചെയ്യണം, അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലെ ആൾക്കാരെയും നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ, നമ്മൾ ആദ്യം പറഞ്ഞ ഗണത്തിലെ ആൾക്കാർ, അവർ എന്ത് കാര്യം നല്ലതാണെങ്കിൽ പോലും, ചിലപ്പോൾ അവർക്ക് നല്ലതാണെന്ന് അറിയണതാണെങ്കിൽ പോലും അവരത് റിജക്ഷൻ ചെയ്ത്, അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ മനോഭാവത്തോടെ കാണുന്നുണ്ട്. പിന്നീട് അതിന് സമ്മർദ്ദവും ഫോഴ്സിങ്ങും, അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന് വരുമ്പോൾ അവരത് ചെയ്യും നല്ല രീതിയിൽ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, എന്തു കാര്യം അതിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ, നല്ല ഗുണമായിരിക്കാം, അവർക്കത് അതിന്റെ റിസൾട്ട് അറിയില്ലെങ്കിൽ പോലും നമ്മളോട് ആൾ പറയുമ്പോൾ അതിന് നല്ല രീതിയിൽ അതെടുത്ത് അത് ചെയ്ത് അത് റിസൾട്ട് കാണിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് ഗണത്തിലെ ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് എല്ലാം അനുസരിക്കുക, അല്ലെങ്കിൽ അതൊരു മോശമാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വെള്ളം വിഴുങ്ങാതെ അത് സ്വീകരിക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളുടെ ലോജിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കുറവും, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകളും നമ്മൾ ഒന്ന് തിരുത്തണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യണം. നമ്മൾ എന്തിനും രണ്ടു വശം ഉണ്ട്, അത് ശരിയാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, അത് ശരിയാണ്, സംഭവിച്ചു. പക്ഷെ നമ്മൾ ഏതിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു സ്റ്റോപ്പും ഇല്ല. നമ്മളത് മുഴുവൻ നീളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു യൂട്ടേൺ എടുക്കാനോ, അല്ലെങ്കിൽ ഒന്ന് പോയി തിരിച്ചു വരാനോ എന്ന ഒരു മനോഭാവം എപ്പോഴും കാണിക്കണം. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. അങ്ങനെയുള്ളതാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ജയ ജോൺസൺ സി.